ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ രാജേഷിബിൻ. നിങ്ങൾക്കെല്ലാവർക്കും ഇടുക്കിക്കാരി എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഗോതമ്പ് പൊടി കൊണ്ട് വളരെ ക്രിസ്പിയും ടേസ്റ്റിയും സ്വീറ്റുമായിട്ടുള്ള ഡയമണ്ട് കട്ട്സ് ആണ്. നമ്മുടെ കൂടെയുള്ള കുറേ ആളുകൾ മൈദ ഉപയോഗിച്ച് പലഹാരങ്ങളൊന്നും തയ്യാറാക്കാറില്ല. അപ്പോൾ അവർക്ക് കൂടി പ്രയോജനമാകട്ടെ എന്ന് കരുതിയാണ് ഞാനിന്ന് ഗോതമ്പ് പൊടി കൊണ്ട് ഡയമണ്ട് കട്ട്സ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ പ്രിപ്പറേഷനിലോട്ട് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസായി പറയുക. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. നമുക്കിന്ന് ഡയമണ്ട് കട്ട്സ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗോതമ്പ് പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. ഇതുപോലെ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇതിലോട്ട് ഞാൻ ആദ്യമേ തന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/2 കപ്പ് ഗോതമ്പ് പൊടിയും കൂടെ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെ മൊത്തം 1.5 കപ്പ് ഗോതമ്പ് പൊടിയും കൊണ്ടാണ് ഞാനിന്ന് ഡയമണ്ട് കട്ട്സ് ഉണ്ടാക്കുന്നത്. സാധാരണയായിട്ട് മൈദ ഉപയോഗിച്ചും ഇതുണ്ടാക്കാറുണ്ട്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇന്ന് നമുക്ക് ഗോതമ്പ് പൊടി ഉപയോഗിച്ച് ഇതൊന്നുണ്ടാക്കി നോക്കാം. ഇനി ഞാൻ ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇളം ചൂടുവെള്ളത്തിൽ ഇത് കുഴച്ചെടുക്കാം. ചപ്പാത്തി മാവ് കുഴച്ചെടുക്കുന്നത് പോലെ തന്നെയാണ് ഇതും കുഴച്ചെടുക്കേണ്ടത്. ആദ്യമേ തന്നെ കൂടുതൽ വെള്ളം ഒഴിക്കരുത്, കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് പതുക്കെ കുഴച്ചെടുക്കുക. ഞാനിപ്പോൾ ഇത് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിന് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. എനിക്ക് 1.5 കപ്പ് ഗോതമ്പ് പൊടി കുഴച്ചെടുക്കാനായിട്ട് 1/2 കപ്പ് വെള്ളം മാത്രമേ വേണ്ടി വന്നിട്ടുള്ളൂ. വെള്ളം അല്പം കൂടി പോയാലും കുഴപ്പമില്ല, നമുക്കത് പൊടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ്. ഇനി ഇത് നമുക്ക് 10 മിനിറ്റ് നേരത്തേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഈ മാവ് എടുത്തതിന് ശേഷം നമുക്ക് 3-4 ബോൾസായിട്ട് മുറിച്ചെടുക്കണം. ആദ്യം നമുക്കിങ്ങനെ നടുവേ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിനെ 2ആയിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. ഇനി ഇതെല്ലാം നമ്മൾ സാധാരണ ചപ്പാത്തി ബോൾസ് ആക്കുന്നത് പോലെ ആക്കിയെടുക്കാം. അപ്പോൾ ചപ്പാത്തി പരത്താനായിട്ട് നമ്മൾ ബോൾസ് ആക്കി വെക്കുന്നത് പോലെ തന്നെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കണം. മാക്സിമം കട്ടി കുറച്ച് ഇത് നമുക്ക് പരത്തിയെടുക്കാം. മറിച്ചും തിരിച്ചുവിട്ട് നമുക്കിത് നന്നായിട്ട് കട്ടി കുറച്ച് പരത്തിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് നമ്മൾ പരത്തിയെടുക്കുന്നത് പോലെ ഞാൻ കട്ടി കുറച്ച് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മുറിച്ചെടുക്കണം. ആദ്യമേ ഇങ്ങനെ നമ്മൾ താഴോട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് വലിയ ഡയമണ്ട് കട്ട്സ് ആയിട്ടാണ് വേണ്ടതെങ്കിൽ വലുതായിട്ട് മുറിച്ചെടുക്കാം. കുറച്ച് ചെറുതായിട്ട് മതിയെങ്കിൽ നമ്മൾ ഇത് തമ്മിലുള്ള അകലം കുറച്ചുകൂടെ കുറയ്ക്കുക. ഇനി നമുക്കിത് ഇതുപോലെ ഒരു സൈഡിൽ നിന്നും കട്ട് ചെയ്തെടുക്കണം. ഇനിയാണിത് ശരിക്കും ഡയമണ്ട് ഷേപ്പായിട്ട് ഈ രീതിയിൽ കട്ട് ചെയ്യുമ്പോഴാണ് വരുന്നത്. ഞാനിപ്പോൾ ചെറിയ ഡയമണ്ട്സ് ആയിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ഡയമണ്ട് ഷേപ്പിൽ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കണം. ബാക്കിയുള്ള ബോൾസ് എല്ലാം നമുക്കിതുപോലെ പരത്തി മുറിച്ച് ഒരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ ഇത് വറുക്കാനായിട്ട് ഒഴിച്ചു കൊടുത്ത എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഈ ഡയമണ്ട് കട്ട് ഓരോന്നായിട്ടിട്ട് വറുത്ത് കോരിയെടുക്കാം. ഫ്ലെയിം മീഡിയത്തിലോട്ട് മാറ്റിയതിന് ശേഷം വേണം നമ്മളിത് ഇട്ട് കൊടുക്കാൻ. ഇതുപോലെ ഇടയ്ക്കിടെ ഇളക്കി മറിച്ച് വറുത്ത് കോരിയെടുക്കാം. ഇതുപോലെ ബ്രൗൺ കളറായി വരുമ്പോഴത്തേനും നമ്മൾ കോരി മാറ്റി വെക്കേണ്ടതാണ്. നമുക്ക് ബാക്കിയുള്ളത് കൂടി ഇട്ട് കൊടുക്കാം. ഇത് 2-3 മിനിറ്റ് കൊണ്ട് നല്ല ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കാവുന്നതാണ്. രണ്ടാമത്തെ പ്രാവശ്യം ഇട്ട് കൊടുത്തതാണ് ഇപ്പം മൊരിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ഒന്ന് കളർ ചേഞ്ച് ചെയ്ത് വരുമ്പോഴത്തേനും കോരിയെടുക്കണം. പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആകും, കാരണം നമ്മൾ വളരെ കട്ടി കുറച്ചാണ് ഇത് പരത്തിയെടുത്തിരിക്കുന്നതും കട്ട് ചെയ്തിരിക്കുന്നതും. വറുത്ത് വെച്ച ഡയമണ്ട്സ് ഇനി നമുക്ക് പഞ്ചസാര ലായനി ഉണ്ടാക്കി അതിലിട്ട് വിളയിച്ചെടുക്കണം. എന്നെങ്കിൽ മാത്രമേ നന്നായിട്ട് മധുരം കിട്ടത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമുക്ക്
ഷുഗർ സിറപ്പ് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഒരു വലിയ ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ നമ്മൾ പൊടി അളന്നെടുത്ത അതേ കപ്പിൽ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുവാണ്. അതുപോലെ തന്നെ ഈ കപ്പിൽ തന്നെ 1/4 കപ്പ് വെള്ളവും ഒഴിക്കുവാണ്. പഞ്ചസാര നന്നായിട്ട് മെൽറ്റായി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഏലക്കാപ്പൊടി ചേർക്കണം. 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് ചേർക്കുന്നത്. അത് ചേർക്കുന്നത് നല്ലൊരു മണം കിട്ടുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഡയമണ്ട് കട്ട്സിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഈ ലായനി നന്നായിട്ട് തിളച്ചുകുറുകി വന്നിട്ടുണ്ട്. നമുക്ക് വിരലുകൊണ്ട് ഒരല്പം ഒന്ന് തൊട്ട് നോക്കാം. അന്നേരം ഇത് നന്നായിട്ട് വിരലിലോട്ട് സ്റ്റിക്കി ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഇത് റെഡിയായി എന്നുള്ളതാണ്. ഇനി ഇതിലോട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഡയമണ്ട് കട്ട്സ് ചേർത്ത് കഴിയുമ്പം ഈ സിറപ്പ് അതിലോട്ട് നല്ല സ്റ്റിക്കി ആയിട്ട് പിടിച്ചിരുന്നോളും. അപ്പോൾ നല്ല സ്വീറ്റ് ടേസ്റ്റ് കിട്ടുകയും ചെയ്യും. തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഷുഗർ സിറപ്പിലോട്ട് നമുക്കിനി ഈ ഡയമണ്ട്സ് ഇട്ട് കൊടുക്കാം. വളരെ പതുക്കെ പൊടിഞ്ഞു പോകാതെ സാവകാശം ഇത് ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ട് ഇളകി കിട്ടുന്നതിന് വേണ്ടിയാണ് ഞാൻ ആദ്യമേ തന്നെ ഈ ഷുഗർ സിറപ്പ് ഇത്രയും വലിയ ചീനച്ചട്ടിയിൽ ഉണ്ടാക്കിയെടുത്തത്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇളക്കുമ്പോൾ പൊടിഞ്ഞെങ്ങാനും പോയാലോ. അങ്ങനെ വളരെ രുചികരമായ ഡയമണ്ട് കട്ട്സ് നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ എന്ന് നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുക. കൊച്ചു കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. അപ്പം നമുക്ക് പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം.